ഹലോ ഗൈസ്, വീണ്ടും ശ്യാം. ഇപ്പം ഇന്ന് ഞാനും സാമുവിലൂടെ ലുലുവിലൊന്ന് പോയി. അപ്പം ലുലുവിൽ നല്ല കപ്പ, പഴയ നമ്മുടെ നാട്ടിലൊക്കെ വെക്കുന്ന പോലത്തെ കപ്പയും നല്ല മത്തിക്കറിയൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അത് രണ്ടെണ്ണം വാങ്ങിച്ചു. അപ്പോൾ എന്തായാലും അതൊന്ന് ട്രൈ ചെയ്യാൻ പോവാം. അപ്പോൾ എങ്ങനെ ഉണ്ടെന്നുള്ളത് നമുക്ക് നോക്കിയിട്ട് പറയാം. ഇങ്ങനെയാണ് സംഭവം ഇരിക്കുന്നത്. പക്ഷേ അത് വെന്ത് ഉടഞ്ഞ് അങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ല. പക്ഷേ കുഴപ്പമില്ല എന്നുള്ളതേ ഉള്ളൂ. കാരണം നമ്മുടെ നാട്ടിലൊക്കെ ഞങ്ങൾ വീട്ടിലൊക്കെ വെക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വെന്തുടയും കപ്പ. പിന്നെ മത്തിക്കറി കാണാൻ നല്ല രസമുണ്ട്, രണ്ട് മത്തിയും ഇച്ചിരി കറിയൊക്കെ ഉണ്ട്. പക്ഷേ അതെങ്ങനെയാണ് സംഭവം ഇത് കാണുക വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് കോട്ടയം സ്റ്റൈൽ മത്തിക്കറി ഒന്നും കിട്ടത്തില്ല. ഇതൊക്കെ മലപ്പുറവും അങ്ങനെയുള്ള അവിടെയൊക്കെ ഉള്ള ആൾക്കാർ വെക്കുന്നതാണ്. അപ്പോൾ അവരുടെ ആയിട്ടുള്ള സ്റ്റൈലിലുള്ള ഇതൊക്കെ കിട്ടത്തുള്ളൂ. അപ്പം ഇതാണ് സംഭവം. ഓക്കെ, അപ്പോൾ ഇത് ഒന്ന് കുഴച്ച് കഴിച്ചതിന് ശേഷം നമുക്ക് ബാക്കിയത്ത് നോക്കാം. ഞാൻ മുഴുവനായിട്ട് എടുത്തില്ല, കാരണം വെച്ച് കഴിഞ്ഞാൽ എല്ലാം കൂടെ എനിക്കിത് തിന്നു തീർക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനത് കുറച്ചെടുത്തു. ഞാനിങ്ങനെ ഇതിനകത്ത് കുഴച്ച് വെച്ചേക്കുക. ഞാനിപ്പം കഴിച്ചിട്ട് ഞാൻ അതിനകത്ത് പറയാം. അപ്പം ഞാൻ കഴിക്കുക. കുഴപ്പമില്ല, അല്ല വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ ഇച്ചിരി പുളി കുറവുണ്ട് മീൻകറിക്ക്. മീൻകറി നമ്മൾ കുടപ്പുളിയൊക്കെ ഇട്ടാകുമ്പോഴത്തേന് ഇച്ചിരി നല്ല പുളി വേണ്ടേ. പുളി ഇച്ചിരി കുറവുണ്ട്. ബാക്കിയെല്ലാം അടിപൊളി, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പോൾ ശരി, ബൈ. പിന്നെ കാണാം, വീണ്ടും കാണും. ഓക്കെ, ബൈ.